ഇവൻ പെട്ടു. എന്റെയും കണ്ടോ? വെൽക്കം ബാക്ക്. അപ്പോ എന്നാ ഉണ്ട്, സുഖമാണോ എല്ലാവർക്കും? ഞങ്ങള് രാവിലെ ഞാനുണ്ട്, എന്റെ അനിയനും ഉണ്ട് കേട്ടോ. എടാ ഒന്ന് ഹായ് കാണിച്ചു എല്ലാവർക്കും. ഹായ്. അപ്പോ അവനെ ഞാനിങ്ങനെ ക്യാമറ ഒക്കെ എടുപ്പിക്കാനായിട്ടും പഠിപ്പിക്കുകയും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ആക്ച്വലി രാവിലെ ചിക്കനും ബീഫും വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാ. അപ്പോ രാവിലെ പോയാലേ നല്ല ഫ്രഷ് ബീഫ് കിട്ടത്തുള്ളൂ. ചിക്കൻ പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയാലും കിട്ടും. പക്ഷെ ബീഫ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ പോകണം, 7 മണിക്കൊക്കെ പോകണം. സോ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാ. ഇവിടെ അടുത്ത് തന്നെയാണ് കട. അപ്പോ അങ്ങോട്ട് പോവാണ്. കിളിക്കുഞ്ഞ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിളിക്കുഞ്ഞ് രാവിലെ ഫുഡ് കഴിക്കാനായിട്ടാണ് ഞാൻ അവിടെ വെച്ചേക്കുക. ലൈക്ക് ബക്കറ്റിൽ തന്നെ വെച്ചേക്കുക. രാവിലെ അതിന് ഫുഡ് കൊടുക്കണമായിരുന്നു. ഞാൻ ഇതുവരെ ഫുഡ് കൊടുത്തില്ല. രാവിലെ സമയമായി വരുന്നേ ഉള്ളൂ. ഞങ്ങളെല്ലാം എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അമ്മയുടെ അമ്മ എഴുന്നേറ്റിട്ടുണ്ട്. അവിടെ കിടന്ന് കുസ്തിയായിരുന്നു രാവിലെ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുവാണ് രാവിലെ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്, അതായത് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക്. അവിടെ പിള്ളേരൊക്കെ ഉണ്ട്, നല്ല രസമാണ് അവിടെ. സോ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. നാളെ ഇപ്പൊ ഞങ്ങള് ബീഫും ചിക്കനും വാങ്ങിച്ചിട്ട് തിരിച്ചു വരാം. അപ്പൊ ശരി, ഞങ്ങൾ ഇവിടെയാണ് വന്നേ ചിക്കൻ വാങ്ങിക്കാനായിട്ട്. ചിക്കനും ബീഫും വാങ്ങിക്കാൻ. ഫേസ് കണ്ടോ? ഈ ഫേസും എന്താണ്ട് ഈ ഫേസും കൂടെ ഒന്ന് നോക്കിക്കേ. കറക്റ്റ് അല്ലേ അത്? കറക്റ്റ് അല്ലേ? എടാ ഇങ്ങോട്ട് നോക്കിയടാ, ഇങ്ങോട്ട് നോക്കി. ആ രാവിലത്തെ ആ മോന്ത കണ്ടില്ലേ? അതുകൊണ്ട് കറക്റ്റ് മോന്ത പോത്തിന്റെ അതേ മോന്ത. ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്ക. ഇത് പത്തനംതിട്ടയ്ക്ക് പോകുന്ന റോഡാ കേട്ടോ. ഇവിടെ നേരെ എലന്തൂര് നേരെ പത്തനംതിട്ടയാണ്. സ്ട്രൈറ്റ് റോഡാണ് ഇവിടുന്ന് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കോട്ടയം റോഡ് പോകുന്ന റോഡാ. ഇവിടുന്ന് നമുക്ക് കോട്ടയം എറണാകുളം ഒക്കെ ഈ റോഡല്ലേടാ? കോട്ടയം എറണാകുളം ഈ ഒരു റോഡാ ഫുള്ള്. അല്ല ഇതെവിടെ കറക്റ്റ് പറയുന്നേ? എലന്തൂര് കഴിഞ്ഞിട്ട് വെട്ടിപ്പുറോ അങ്ങനെ എന്തോ ഒരു പേരാ ബ്രോ. അല്ല ഗൈസ്, കുണ്ടലത്ത്. നീ തന്നെ പറഞ്ഞു. അപ്പൊ ഗൈസ് ഞങ്ങൾ അങ്ങനെ ബീഫ് വാങ്ങിച്ചു, ചിക്കനും വാങ്ങിച്ചു. 2 കിലോ ബീഫും 2 കിലോ ചിക്കനും വാങ്ങിച്ചു. എന്നിട്ട് 1.5 ഇട്ടേക്കുന്നേ. എന്നിട്ട് ഞങ്ങൾ ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വീട്ടിൽ പോയിട്ട് വേണം കിളിക്കുഞ്ഞിന് ഞങ്ങളുടെ ചുട്ടുമണിക്ക് ഫുഡ് കൊടുക്കാൻ. ചുട്ടുമണിക്ക് ഫുഡ് കൊടുത്തിട്ട് ചുട്ടുമണിയെ കുറച്ച് നേരം വെയിലത്തിരുത്തണം, വെയിൽ കൊള്ളിപ്പിക്കണം രാവിലെ. സോ ലെറ്റ്സ് ഗോ ഹോം ആൻഡ് ചുട്ടുമണിക്ക് ഫുഡും കൊടുത്ത് നമുക്ക് അത് കഴിഞ്ഞ് നേരെ ചേച്ചിയുടെ വീട്ടിലും പോയി തിരിച്ചു വരാം. അപ്പൊ ശരി ഗൈസ്, ലേറ്റർ. ഇപ്പൊ ഗൈസ് രാവിലെ ഞാൻ പോയി കുളിച്ചു. ഞങ്ങള് ബീഫും ചിക്കനും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടേ ഞാനിന്ന് പോയി കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് നോക്കിയതാ. ഭയങ്കര അറ്റൻഷൻ വേണം, ഭയങ്കര കുരുത്തക്കേട്. ഇപ്പൊ കയ്യിൽ നിന്ന് ഞങ്ങളവിടെ സോഫയിലിരിക്കുവായിരുന്നു. സോഫയിലിരുന്ന സമയത്ത് പുള്ളിക്കാരനാണോ വഹിക്കുന്നില്ല, ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൈയുടെ ഇടയിൽ കയറി ഇരുന്നിട്ട് എന്നെ നോക്കുക. അവിടുന്ന് ഇല്ല ഒന്നുമില്ല, കാക്കയൊന്നും എടുത്തില്ല, നീ പേടിക്കണ്ട. പോക്കറ്റിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റിനകത്ത് ഇരിക്കും. ഇനി ഇറങ്ങി അങ്ങ് നടക്കണം. പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഇരിക്കാനൊന്നും താല്പര്യമില്ല. നല്ല രസം കേട്ടോ. പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പട്ടിയെ വളർത്തുന്നതും പൂച്ച വളർത്തുന്നതിനെക്കാട്ടിലും നല്ല രസം ഇതുങ്ങളെ വളർത്തുക. സോ അഡ്വഞ്ചർ, എനിക്കൊരു പുതിയ അഡ്വഞ്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വളർത്തുന്നതിൻ്റെ കൂടെ, അതായത് നമ്മുടെ ചുട്ടുമണിയെ വളർത്തുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡെയിലി വ്ലോഗുകളും വീഡിയോസും കാണാൻ പറ്റും. ഇതിൻ്റെ ഫുഡ് കാര്യങ്ങളെല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. ബിക്കോസ് ഇപ്പം എനിക്ക് ഫുഡ് കൊടുക്കുന്നതൊന്നും എനിക്ക് ഇടാൻ താല്പര്യമില്ല. ഞാൻ ഫുഡ് കൊടുത്തു, രാവിലെ ഞാൻ ഫുഡ് കൊടുത്തു. ഏർലി ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോൾ, 8 മണി ആയില്ലടാ, 8 മണി ആയപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തു. ഓൾറെഡി ഫുഡ് കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുക. ഇപ്പം ഞാൻ കണ്ടോണേ, ഇപ്പം ഞാൻ ഇവിടോട്ട് വെക്കുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് വേറെ ഒന്നും വേണ്ട.
ഇങ്ങനെ നടന്നോളൂ. എക്സ്പ്ലോറിങ്. ഈ കയ്യിലിരിക്കുന്നൊന്നും താല്പര്യമില്ല. മാത്രമല്ല ഭയങ്കര പേടിയാ. കാക്കയൊക്കെ വളർക്കുന്നുണ്ട്. അപ്പൊ കാക്കയും പൂച്ചയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ലൈക്ക് പേടിയുണ്ട്, ആരെങ്കിലും പിടിച്ചോണ്ട് പോകുമോ. പിന്നെ ഇതിന്റെ ആൾക്കാരുടെ കൂടെ തന്നെ കിടക്കുമായിരുന്നല്ലോ, ഒറ്റയ്ക്ക് കിടക്കുമല്ലായിരുന്നല്ലോ, കൂടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ ഇല്ല, ഒറ്റയ്ക്കായി. ഞാൻ എവിടെയാണ്, എന്താണ്, ഇതാരാണ് എന്നൊന്നും മനസ്സിലാവുന്നില്ല. റിയലി അഡ്വഞ്ചർ ഫോർ മീ ടു ഹാവ് എ ബേർഡ് വിത്ത് മീ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമ്മള് ഇങ്ങോട്ടാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മള് എൻ്റെ അമ്മയുടെ അനീതിയുടെ വീട്ടിലേക്ക് പോവാണ്. ഒരു 10 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങും. അവിടെ ചെന്നിട്ട് അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാനായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ശരി, പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാം. അപ്പോ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇവർ രണ്ടുപേരും ഇപ്പൊ മൂക്കും കുത്തി താഴെ വീണിട്ടില്ല. അതെ. അതിന്റെ വീഡിയോ ഞാൻ എന്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ എക്സ്ക്ലൂസീവ്ലി ഞങ്ങളിപ്പം ഞാൻ എക്സ്ക്ലൂസീവ്ലി എന്റെ ഇതിലാണ്. ഞാൻ ഇവരാരും ടാഗ് ചെയ്തില്ല, കാരണം ടാഗ് ചെയ്താലും മെൻഷൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇത് എന്റെ വരും. ബിക്കോസ് ഇവൻ ഇന്നലെ മറ്റേ കിളി അപ്പിട്ട് കൊടുത്തത് കയ്യില് അതിന് ചൂട് പിടിച്ചിട്ട് അത് ഇവിടെ കൈയൊക്കെ അപ്പിട്ട് വെച്ചു. എന്നിട്ട് ഗൈസ് ഇതൊന്നുമല്ല. അപ്പൊ നമുക്ക് ഒരു വീഡിയോ കാണാം. ഞങ്ങളൊരു ഒന്നും മറന്നു വീടും. ഇവിടെ വന്നിട്ട് കുറച്ചു നേരമായി. ഞങ്ങൾ കുണ്ടിടിച്ച് താഴെ വീണു. ഒരാളെ പിടിച്ച്. അപ്പോ നിങ്ങൾ അത് കണ്ടിട്ട് വാ. ഓക്കെ, ഇപ്പൊ എത്ര കളി കളിച്ചടാ? ഞങ്ങള് ആക്ച്വലി കഴുത കളിക്കുകയായിരുന്നു. അപ്പൊ ഞാന് ഇവള് അവന് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. 2 കളി കളിച്ചു. 2 കളിയും ആരൊക്കെ ജയിച്ചു? ഒന്ന് ഞാൻ ജയിച്ചു, ഒന്ന് നീ ജയിച്ചു. 2 കഴുത. ആ മുഖം നോക്കിയൊക്കെ കറക്റ്റ് കഴുത. ഇനി ഇത് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമില് ആ വീഡിയോ കാണുമ്പോൾ അത്ര ഇത് പെടുത്തില്ല. ഇത് 2 വട്ടം കഴുതേ. 2 വീട് അടുത്ത ഇടുവാണ്. അപ്പൊ ഇനി അടുത്തതും കൂടി കളി കഴിഞ്ഞിട്ട് നോക്കാം. അല്ലാണ്ട് ഇവിടെ അടുത്ത എന്തോ കാർട്ടൂൺ ഒക്കെ കണ്ടോണ്ടിരിക്കുക. അച്ചൂത്തെ ഹായ് പറ. അങ്ങോട്ട് ഇവിടെ അടിയായിട്ടോ. അതെ അതിനകത്തൊന്നും ഒരു കാർഡ് മാറ്റണേ. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത് ഒരു കളി കൂടി കഴിച്ചിട്ട് അവളെ കഴുതയാക്കിയിട്ട് ഞങ്ങൾക്ക് ഇനിയും വരാം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ. ഈ പ്രാവശ്യം അങ്ങനെ അവള് രക്ഷപ്പെട്ടു, ഇവൻ പെട്ടു. എന്റെയും കണ്ടോ കംബാക്ക്. ഇത് കിട്ടിയാ മതിയായിരുന്നു. ഇട്ടത് കണ്ടല്ലോ ഗൈസ്. അതിന് അവിടെ നിന്ന് വിടുന്നത് കണ്ടോ? ഇനിയിപ്പൊ ഇവിടെ ഇരിക്കുന്ന കണ്ടല്ലോ. ഓക്കെ, നമ്മള് കാർഡ് കളിച്ചോണ്ടിരിക്കുന്നു. ലാസ്റ്റ് ഇന്ന എടുത്തോ. അപ്പൊ പിന്നെ തോറ്റ അല്ല, ഒരാള് പറഞ്ഞായിരുന്നേ, ഈ ഗെയിം ഞാൻ ജയിക്കും. ഇനി ഞാൻ തിരിച്ചാണ്. പിടി ഞാൻ എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇതാണ് എന്റെ അമ്മയുടെ അനിയത്തി. ഇത് ചേച്ചിയുടെ മോള്. ഒരാളും കൂടെ ഉണ്ട്, അവൻ ബാക്കിലോട്ട് ഓടിയിട്ടുണ്ട്. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ്. ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അപ്പച്ചനും അമ്മച്ചിയും. ഇത് ഞങ്ങൾ ഫാമിലി. അപ്പോ
ആ അതെ 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 അത് 2 കളി തോറ്റിട്ടുണ്ട്, 2 അല്ല 3 കളി തോറ്റിട്ടുണ്ട്, അത് ഓർമ്മയാണ്. അല്ല 3 കളി ഇവിടെ തോറ്റത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഹാട്രിക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളൂ. അപ്പോൾ നാളെ നിങ്ങളെന്താ പോന്നെ? ആ ഇത് ട്യൂസ്ഡേ പോവാണ്, അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ കാണാം. അപ്പോൾ ശരി, ബ്ലൂപ്പേഴ്സിനൊക്കെ എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇടത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. എന്നെ ഫോളോ ചെയ്യുന്നത് ഞാൻ ബ്ലൂപ്പേഴ്സ് എല്ലാം ഇട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ശരി ഗൈസ്, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.